ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വൈകുന്നേര സമയമായിട്ട് എല്ലാവരും സ്കൂളിലൊക്കെ വിട്ടത്. അപ്പോൾ യൂണിഫോം ഒന്നും അയച്ചിട്ടില്ല. ഒരാളവിടെ ചെറുതായിട്ട് ഫോൺ കൊടുത്തിട്ടാണ് പിണങ്ങിയിരിക്കട്ടാ. അപ്പോൾ ഫോൺ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ് പിണങ്ങിയിരിക്കുകയാണ്. ഫോൺ ഇപ്പം തരട്ടാ പൊന്നോ. അപ്പോൾ ശരിക്കും നമ്മൾ വീട്ടില് വീട്ടിലെ പെണ്ണുങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ വീട് ശരിക്കും ഉറങ്ങി. നമ്മൾ പറയും ഉപ്പ ഇല്ലാന്ന് ഉറങ്ങി, ഉമ്മ ഇല്ലാന്ന് ഉറങ്ങി. പക്ഷെ വീട്ടിൽ പെണ്ണുങ്ങൾ നല്ല സുഖമുണ്ട്. പാത്രം മോറാൻ ആളുണ്ട്, ഭക്ഷണം ഉണ്ടാക്കാൻ ആളുണ്ട്, എല്ലാം ചെയ്യാൻ ആളുണ്ട്. ഞാൻ അങ്ങനെ ഇരിക്കുക, നല്ല സുഖമുണ്ട് ഇപ്പൊ ഇരിക്കാന്. അപ്പോ എന്താന്ന് വെച്ചാൽ നമ്മള് ബെജാറായിക്കാണ്ടിരിക്കുമ്പോ വേണ്ടട്ടാ, അങ്ങനെയൊന്നും വേണ്ടട്ടാ. അല്ലെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. എന്നാലും ഇപ്പോ അല്ല കാര്യം പറയണേ. ഇപ്പൊ നല്ല സുഖമുണ്ട്. അതെങ്ങനെ ചോറൊക്കെ ഒന്നര മക്കളെ ഒരു വിധം. ഇവിടെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ ഗുളിക സത്യം പറഞ്ഞാൽ ശരിക്കും കുടിക്കൂലട്ടാ. എന്നിട്ട് ഞാൻ ബടിയെടുത്ത് പുറകെ നടക്കലാണ്. നമ്മള് ഗുളിക കഴിക്കാൻ ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ട് വീണ്ടും അത് പഴുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ വിഷയമല്ലേ, വേദനയാണ്. ഇവരൊക്കെ വന്നാൽ ഇടക്കിടക്ക് എന്നെ വന്ന് പുളിക്കുക. അപ്പൊ ഇന്ന് ഞങ്ങൾ രാവിലെ ഹോസ്പിറ്റലിൽ പോയിന്ന് ഇന്ന് ചെല്ലാൻ പറഞ്ഞതായിരുന്നു. സ്റ്റിച്ച് എടുക്കാൻ പറ്റൂല, സ്റ്റിച്ച് ഒരാഴ്ച കഴിഞ്ഞു. ഇപ്പോൾ ഇന്നിപ്പോൾ വ്യായം, നാളല്ലാത്ത പിറ്റത്തെ വെള്ളിയാഴ്ച എടുക്കാൻ പറ്റുള്ളൂ. അത് എങ്ങനെയാ പറഞ്ഞു, പകുതി അത് മുറിവ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് ചിലപ്പോൾ ഫുള്ള് എടുക്കാൻ പറ്റൂല. കുറച്ച് കിട്ടുന്നത്ര സ്റ്റിച്ച് എടുത്തിട്ട് വീണ്ടും 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വരണം. കാരണം ഇത് കുറച്ച് ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ ഒരു നെച്ചിങ്ങന്റെ ഒരു കുഴി പോലെ അത്രയും വലുപ്പത്തിൽ തുരന്നെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ച് കൂടുതലായിട്ടുണ്ട്. ജസ്റ്റ് അങ്ങനെ ഞങ്ങളെ കാണിക്കട്ടെ. ഇതണ്ട അത്ര തന്നെ മതി, അത്ര കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ അപ്പോൾ ശരിക്കും നമ്മൾ വീട്ടിൽ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് അവിടെ നിന്നിട്ട് റൂമിൽ നിന്നാണ് കിടക്കും. എന്നിട്ട് അറിയാൻ വയ്യ. അപ്പോൾ നമ്മളെങ്ങനെ വേണ്ടി വെച്ചാൽ ഇവർ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ നമ്മൾ അങ്ങനെ വേണ്ടി വെച്ചാൽ നോക്കും. പക്ഷെ അവർ ശരിക്കും കിടന്നു കഴിഞ്ഞാലാണ് നമ്മളെ ആണുങ്ങൾ ശരിക്കും ബുദ്ധിമുട്ടാകുന്നത്. എന്താ വെച്ചാൽ കുട്ടികളെ സ്കൂൾ വിടല്, അവരെ ഡ്രസ്സ് തിരുമ്പല്, വീട്ടിലെ വൃത്തിയാക്കല്, ഫുഡ് ഉണ്ടാക്കല്, ഇത് നമുക്കൊന്നും അറിയണ്ട. ഇപ്പം നമുക്കൊന്നുമില്ല. നമ്മൾ നേരം വെളുത്താണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോയാൽ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത്, ജോലി ചെയ്യുന്ന സംഭവം ശരി. നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് വീട്ടിൽ പോയിട്ട്. എങ്കിലും കൂടിയിട്ട് വീട്ടിൽ പെണ്ണുങ്ങൾ കിടന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മളെ ശരിക്കും പെടുട്ടാ. പക്ഷെ കൈ അളക്കാൻ പറ്റൂല്ലോ. കിടക്കാൻ ഉദ്ദേശിച്ചത് ആള് മുടങ്ങാന്നാണ്. അതെ അതെ, അതാണ് ഉദ്ദേശിച്ചത്. അല്ല അടഞ്ഞു കിടക്കാന്നല്ല. ഇപ്പൊ പിന്നെ ഇത് അയച്ചപ്പോ പറഞ്ഞ് കെട്ടേണ്ട ആവശ്യമില്ല, ഇനി ഇങ്ങനെ ഉണങ്ങണം, കാറ്റും തട്ടിയിട്ടും അങ്ങനെ എന്തോ ആവും. ഭയങ്കര അത് അവിടെ കെട്ടിയിട്ട് ഭയങ്കര അസ്വസ്ഥ. അയച്ചപ്പോ നല്ല സുഖമാണ്. പക്ഷെ ഇവരൊക്കെ വന്ന് തട്ടുമ്പോ ഭയങ്കര വേദന ഇരുവാണ്. ഇന്നലെ കാണിച്ചിട്ടില്ലട്ടാ. ശരിക്കും പ്ലാസ്റ്റർമായി ഇങ്ങനെ ഇട്ടിട്ട് ഒന്നായിട്ട് കെട്ടി ആ എടുത്തിട്ട് ഇപ്പൊ സ്റ്റിച്ച് ഇങ്ങനെ കാണുക ചെയ്യുന്നത്. 8 സ്റ്റിച്ച് ഉണ്ട്, ചെറുതായി ഇങ്ങനെ കൊടുത്തിട്ട് 8 സ്റ്റിച്ച്. അപ്പൊ എന്താ പറയാ, അപ്പൊ അങ്ങനെയൊക്കെയാണ്. കുഴപ്പമൊന്നുമില്ല. പിന്നെ അനിയന്റെ വൈഫൊക്കെ വന്നിട്ട് നല്ല ഹെൽപ്പ് ചെയ്യും. അവര് ഫുഡൊക്കെ കൊണ്ടുവന്ന് തരും. രാവിലെ ഞാൻ കടി ഉണ്ടാക്കാൻ വന്നപ്പോ പിന്നെ ഓള് നൂൽപുട്ടും ചിക്കൻ കറിയും എല്ലാം കൊടുന്നു. ഞാൻ അങ്ങനെ ഉദ്ദേശിക്കണേ പെട്ടെന്ന് എനിക്ക് സുഖാവണ്ടല്ലേ. വേണ്ട, പാവാണ്. ആളെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അല്ല ബുദ്ധിമുട്ടാക്കാൻ പാടില്ല. കയ്യിനുണ്ടെങ്കിലും ഒരാളെ നമ്മള് ഏതായാലും ആള് രാവിലെ നമ്മളെ കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിക്കാണ്ട് വിധി അല്ല തരട്ടെ. ഇരുന്നാന്ന് കഴിഞ്ഞേ ഉണ്ടാക്കാൻ പറ്റാൻ എന്താ അവസ്ഥ. കൈ ക്യാമറ പിടിച്ചിട്ട് കൈ കളിഞ്ഞിരിക്കണം. ആ ട്രൈപോഡ് ഉണ്ടോ എടുത്തിട്ടില്ല. അപ്പൊ രാവിലെ നല്ല ഞാൻ അങ്ങനെ പുറത്ത് 1-2 ലോഡ് ഉണ്ടായിരുന്നു. അടുത്ത് ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകണ്ടായില്ല. അപ്പൊ ഞാൻ തിരിച്ചു വന്നപ്പോ നല്ല അടിപൊളി ചിക്കൻ കറിയും നൂൽപുട്ടൊക്കെ റെഡിയാണ്. ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോ ഞാൻ ചോറ് ആദ്യം ഉണ്ടാക്കിയിരുന്നു. പിന്നെ ഇന്നലെ നാത്തൂന് കുറച്ച് മത്തി മസാല കിട്ടാണ് കൊടുന്നപ്പോ ഞാൻ ഫ്രിഡ്ജ് കൊണ്ടുവച്ചിരുന്നു. അതും പൊരിച്ചിരുന്നു. അപ്പൊ പിന്നെ അതും ഉണ്ട്. പിന്നെ വന്നപ്പോ പിന്നെ ഓള് കുട്ടികൾക്ക് ചോറൊക്കെ കൊടുത്ത് ഞണ്ട് വരട്ടിയതുണ്ടായിരുന്നു. അതെ, മോനൊക്കെ ഞണ്ടായിട്ട് എന്താ കാട്ടണ്ടേ ഇങ്ങനെ ഇരിക്കുന്നു. ചെമ്മീൻ കറി ഉണ്ടായിരുന്നു, ചെമ്മീൻ മുളകിട്ടുണ്ടായിരുന്നു, വാഴക്കൊപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ അയില പൊരിച്ചതും. അതാ ഞാൻ ചോദിച്ചത് 2 ദിവസം കൂടി ഇരുന്നൂടേന്ന്. അങ്ങനെ ഞങ്ങള് വന്ന് ഞങ്ങളൊരു 12 മണി 12 മണി ആയിക്കണേ, 12 മണി കഴിഞ്ഞേക്കണു. അങ്ങനെ ഞങ്ങള് വന്ന് ചോറിന്ന്. ഇനിയിപ്പോ വൈകുന്നേരത്തിന് ചായം കടിയൊക്കെ ഉണ്ടാക്കാണ്ടല്ലേ, പൊറാട്ട കൊടുത്തിട്ട് ചായം കടി അവിടെ ഉണ്ടാക്കാനാ. അപ്പൊ ഞാൻ എന്ത് ചെയ്തുതരാ, രാവിലെ ഈ ചിക്കൻ കറി നല്ല ടേസ്റ്റ് ആട്ടെ. അപ്പൊ ആളെന്ന് വെച്ചാൽ കുറച്ച് മുളക് കൂടുതൽ ഇടുന്ന കൂട്ടത്തിലാണ്. ഞങ്ങൾ പൊതുവെ കൂടുതൽ മുളക് ഇടാറില്ല. അതെ അതെ.
അപ്പം ഞാൻ ആ കറി എന്ത് ചെയ്ത് ഒരു 12 മണിയായപ്പോൾ ഒന്നും കൂടി ചൂടാക്കി വെച്ച് ഇനി കേട് വരണ്ട വൈകുന്നേരം മുളകിട്ട ചിക്കൻ കറി അല്ല അപ്പൊ അതിക്ക് പൊറാട്ട വീശാന്ന് ഉദ്ദേശിച്ച് മീൻകറി ഉണ്ട് പിന്നെ ചിക്കൻ കറി ഉണ്ട്. അതെ ആ പൊറാട്ടന്റെ കൊതിയൻ അവിടെ തെറ്റിയിട്ടിരിക്കണ വീണ്ടും വരാത്തിട്ടാ അതാ കൊതിയൻ ഇരിക്കണേ. അപ്പോൾ ലേശം പൊറാട്ട പോയി കൊണ്ടുവന്ന് അപ്പോൾ ഇങ്ങനെ കഴിക്കാം. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ സ്ത്രീകൾ നമ്മളെ വീട്ടിലെ ഉമ്മമാർ അവർ മുടങ്ങിക്കഴിഞ്ഞാൽ വലിയ വിഷയം തന്നെയാണ്. നമ്മൾ മുടങ്ങി നമുക്ക് എവിടെയെങ്കിലും കടം വാങ്ങി തൽക്കാലം കാര്യങ്ങളൊക്കെ വീട്ടിൽ ചിലവൊക്കെ നടക്കും. വീട്ടിൽ അടിപൊളിയായിട്ട് കഴിയാവുന്നുണ്ട്. കയറി വരുമ്പോൾ നമുക്ക് ഭക്ഷണം കാര്യം കുട്ടികളെ കാര്യം ഒന്നും നമ്മൾ അറിയണ്ട. വിഷമം എന്താ ഇത് കാരണം ഇപ്പോൾ കുറേ പൈസ പാവത്തിന് ചിലവായി അത്രേ ഉള്ളൂ. ടെൻഷൻ ഭയങ്കര ടെൻഷൻ. നമ്മൾ പ്രതീക്ഷിക്കാതെ നമുക്ക് അസുഖം മാറിയാൽ മതി. പ്രതീക്ഷിക്കാതെ പൈസ ചെലവാകുമ്പോഴേ അല്ലെങ്കിൽ ബുദ്ധിമുട്ടും അതല്ലേ നടക്കുന്ന ആള് അത് വീട്ടുകളിൽ എന്ന് വെച്ചാൽ ഉപ്പമാരെ ജോലി അതാണ്. ഇതൊക്കെ തരണം ചെയ്ത് പോവാന്ന് ഭയങ്കര ടെൻഷൻ ഉണ്ട്. അതെ അതൊന്നും സാറിലൊക്കെ ശരിയല്ല പൊന്നോ ട്ടാ. അത് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. മഞ്ചുണ്ട് അത് പോകാൻ പറ്റൂല. മഞ്ചറ്റൂല ഞാൻ തമ്പുരാനെ രണ്ടാ കൊടുത്തിട്ടുണ്ട്. കേട്ടില്ല ഇതാണ് അവസ്ഥ. അപ്പൊ നിങ്ങളെ അപ്പൊ നിങ്ങളെ വീട്ടിലൊക്കെ ഇതുപോലെ ഇങ്ങനെ വഴക്കൂടൊന്ന് കൂക്കിട്ടാ കുട്ടികളെ കൂടുതൽ കൂടി കണ്ട് കമന്റ് ചെയ്യുകൊണ്ട് ഇങ്ങനെ ഉണ്ടെങ്കിട്ടാ. ആ എന്ത് മുതലായാലും ആദ്യം അല്ലെങ്കിൽ വലിയത് എനിക്ക് കുട്ടികളോട് പറയും എനിക്ക് വലുതാണ് ഇന്റെതവിടെ നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടം ഇങ്ങോട്ട് കട്ടിക്കാണി. അപ്പൊ ഇതുപോലെ ഉണ്ടെങ്കിൽ ഒന്ന് കമ്മല് ഇവിടെ അറിയാൻ അല്ല എന്താ കാട്ടുക. അല്ല പൊന്നു ഇവിടെ വാ ചോദിക്കട്ടെ ഇവിടെ വാ. അപ്പൊ ഇന്നിങ്ങനെ ഇപ്പൊ 2 ദിവസമായുള്ളൂ അത് കഴിച്ച് ചെയ്തിട്ട് ഇപ്പൊ ഇന്ന് പോയിട്ട് അതിന്റെ ബാലിന്റെ ആ ഒട്ടിച്ച കുന്തങ്ങളൊക്കെ എടുത്ത് ഇനിയിപ്പോ വേദന ഉണ്ട്. അത് അത്രയും മാംസം തുരന്നിട്ട് എടുത്തതല്ലേ വേദന എന്തായാലും നല്ല ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി ഇനി അടുത്ത വെള്ളിയാഴ്ച അതായത് നാളെ അല്ല അടുത്ത വെള്ളിയാഴ്ച സ്റ്റിച്ച് എടുക്കാൻ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് റിസൾട്ടും കിട്ടുമെന്ന് പറഞ്ഞ ടെസ്റ്റിന് അയച്ച കിട്ടാനെന്ന് പറഞ്ഞ് അത് അവര് എന്ത് ചെയ്താലും ടെസ്റ്റിന് അയക്കും. അതെ അത് അവരിതാണ് അവർക്കൊരു ചെറിയ വരുമാനമല്ലേ. ഏതായാലും അടുത്ത റിസൾട്ട് ഒരു ആഴ്ച കിട്ടാനേ. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ കുറേ വേറെ വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളോടൊക്കെ പറഞ്ഞത്. പക്ഷേ അതൊക്കെ ഈ അസുഖം ഇല്ലാതെ പിന്നെ അതൊക്കെ തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഇത് സുഖമായ ഉടനെ നമ്മൾ 1-2 അല്ലേ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതൊക്കെ ചെയ്യണം ഇൻഷാല്ലാ. ഇതൊരു സുഖമാവട്ടെ. ചെറിയ സ്റ്റോറികൾ നമ്മൾ ഫാമിലി സ്റ്റോറിയൊക്കെ എടുക്കണം വിചാരിച്ചിരുന്നു. ഇൻഷാല്ലാ അതൊക്കെ ചെയ്യണം. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ആ പൊറാട്ട മുളക് കറി അവിടെ ഇങ്ങനെ ഇരുന്ന മുളക് കറി ചിക്കൻ കറി ഉള്ള ചിക്കനൊക്കെ തീർന്നിങ്ങനെ ലേശം എന്താ ഉണ്ടായിരുന്ന രാവിലെ കഴിഞ്ഞ് കാലിയാക്കിക്കണേ. എന്നാലും ആ കറിയും പൊറാട്ടയും ഒന്ന് പിടിച്ചു നോക്കല്ലേ. അപ്പൊ നിങ്ങൾ ചായ അടിക്കാൻ പോണേ. നിങ്ങൾ പോരെ നിങ്ങളും പോരെ. ഇതൊക്കെയാണ് അവസ്ഥ. ഞാൻ പറഞ്ഞില്ലേ പെട്ടു മോനെ പെട്ടു. ചായ വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ചിക്കൻ കറി അവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടിൻ്റെ ഇട്ടാ അതിന്റെ കോലങ്ങൾ കണ്ടില്ല അടിപൊളി നല്ല മുളക് കറി ഇട്ടാ. അപ്പൊ അത് ചൂടാകുന്നുണ്ട്. ചായ തിളക്കട്ടെ കേട്ടാ. എൻ്റെ ഫോൺമ കളിച്ചാൽ കൊടുക്കായിട്ട് തെറ്റി കിടക്കണ്ട പൊന്നോ. ഇവനക്ക് കൊടുത്തെന്ന് പറയാണ്ട് ഇവൻ പഴം തിന്നാണ്. എനിക്ക് പൊറാട്ടാണാ ഇതുണ്ടില്ലേ ആ പാർലേജിൻ്റെ ബിസ്ക്കറ്റ് ആ കുട്ടിയില്ല അതിൻ്റെ മുടിയാണോ ഉണ്ട് കുട്ടി മോനെ. ചായ പൊടിയെല്ലാം ഇട്ടിട്ടുണ്ട്. കുറച്ച് ചായ മധുരം കുറവാണ് കഴിക്കല്. ഞാനും മോളൊക്കെ കൊണ്ട് മാറ്റിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി മസാല ഇട്ടിട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവാം. ഏതായാലും ഇങ്ങോട്ട് പറയാനേ ചെറിയ പണിയൊന്നും ഇല്ല കേട്ടോ. വീട്ടിൽ അടുക്കള പണി എന്ന് പറഞ്ഞാൽ നമ്മള് നിസ്സാരായി കളി പലവരും. പക്ഷെ ഇത് ഒരു വിട്ടൊഴിവാത്തൊരു പണി കേട്ടോ. അപ്പൊ ഇവിടെ ഒരു ഏറ്റവും സിമ്പിൾ പണി. പക്ഷെ നമുക്ക് പുറത്തൊരാളെ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ടൈം ടു ടൈം ആയി നമ്മൾ ഇറങ്ങിപ്പോന്നേ. വീട്ടിൽ അങ്ങനല്ലല്ലോ. അത് ഒഴിഞ്ഞു പോവോ ഇല്ല. എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഈ ചായ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാതെ കുട്ടികൾക്ക് ചൂടാറാൻ വേണ്ടിട്ട് നമുക്ക് വലിയ പാത്രത്തിൽ വയ്ക്കാൻ പോകണേ. എന്റെ ഉമ്മോ ചൂടുണ്ട്. ഓക്കെ അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകല്ലേ? കൊണ്ടുപോവാം. അപ്പോൾ ചായ വെള്ളം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിവിടെ കടി പൊറാട്ട കറി ലേശം വെള്ളം കൂട്ടിയിട്ടുണ്ട്. ആ കറിന്റെ പവർ പോയോന്ന് അറിയില്ല. അത് തികയൂല. അപ്പോൾ ചായ തിളക്കുമ്പോൾ ഇതിവിടെ കൊണ്ടുവന്ന് കേട്ടാ. ഓക്കെ
കുറേ നേരമായിട്ട് എന്നെ കളിയാക്കി ഞാൻ വീഡിയോ ഓൺ ആക്കാതെ വീഡിയോ എടുത്ത് അതിന് എന്നെ കളിയാക്കി ചിരിച്ചാണ്. അപ്പൊ നമ്മുടെ വിഭവം അതിസമൃദ്ധമായ വിഭവങ്ങളെല്ലാം എന്താണ് പറച്ചിലെന്നറിയോ? അപ്പൊ കഴിക്കാ. വാ പൊന്നു വാ, ചോക്ലേറ്റ് ഉണ്ട്. എന്നാ ഈ രണ്ട് ഈ പെൺകുട്ടിക്കും ആൺകുട്ടികളുള്ള ചോക്ലേറ്റ്. ഇത് ഷോർട്സ് വീഡിയോ എടുക്കാനും വേണ്ടി പാനൊക്കെ ഇട്ട് റെഡി ആയി നിന്നാട്ടാ, അല്ലാതെ നമ്മള് മാറിയതൊന്നല്ല. അപ്പൊ ഇതാ ഡയറി മിൽക്ക് ഉദ്ദേശിച്ചു ആ കടയിൽ. ഇതാളിതാ കുട്ടപ്പന, ഞങ്ങളുടെ സുന്ദര കുട്ടപ്പനാണ്. എവിടെയില്ലെങ്കിൽ അപ്പൊ ഇന്ന് കയ്യൊക്കെയാണ് എല്ലാവർക്കും. കുട്ടിമോനെ ഇത്രയുള്ളൂ. ഞാൻ കൊറേ വിളിച്ചിട്ട് നീച്ചില്ല. ബാപ്പ വിളിച്ചാ പെട്ടെന്ന് നീച്ചു. ഓനെ അടിയെടുത്താണ് ഓണൊക്കെ പെട്ടെന്ന് വരും. വാടാ എല്ലാം ഒന്നിച്ച് കൊടുക്കാനേ തെറ്റിക്കളിച്ചാ പിന്നെന്താ. ഞാൻ ഓനെല്ലാം കാട്ടിയിരുന്നു. വലിയ സംഭവല്ലേ ഇപ്പത്. ഞാൻ ചെയ്യല്ലേ. അപ്പൊ ഞങ്ങള് ചെറുതായിട്ട് കേൾക്കാൻ പോകണ്ട. അടുക്കള പറയണ്ടേ, ഇന്ന് ഭക്ഷണം ചേട്ടാ ഇതിമ ഒതുക്കണം എല്ലാരും. അങ്ങനെ വേണോ അങ്ങനെ വേണോ? പൊന്നോ ഇപ്പൊ പൊട്ടൻ. പക്ഷെ ഇപ്പൊ മറക്കലില്ല. നിങ്ങളത് മറക്കലില്ല. എന്നെന്താ മറന്നേ? നിങ്ങൾ ഈ പാന്റ് കെട്ടപ്പോ നെളി കെട്ടിയതല്ലേ? ആണ്. എത്ര കൊല്ലം പാന്റ് പിന്നെ ഈ പണിയൊക്കെ ഒഴിവാക്കിയതല്ലേ. എൻസാന്റെ ലോറി പോയപ്പോ തുണി എന്റെ പഴയ മുതലാളിണ്ട് എഫ്എമ്മിന്റെ ഫൈസൽ എന്നറിയും. നമ്മളെ ഒരുപാട് സഹായിച്ചൊരു വ്യക്തിയാണ്. നമ്മളെ സുഹൃത്തിലപ്പുറം മുതലാളിയാണ്. ഫസ്റ്റില് ജോലിക്ക് ചെന്നപ്പോള് ഈ ടിപ്പറിലെ ജോലിക്ക് ഫസ്റ്റിൽ ചെല്ലുമ്പോ എന്നോട് പറഞ്ഞേ എന്റെ വേഷം ഇങ്ങനെ നോക്കി പറഞ്ഞേ. നല്ല കഴിവുള്ള മുതലാളിയാട്ടാ. പാന്റ് നല്ല അടിപൊളിയായിട്ട് ടിപ്പിലെ എന്നോട് എന്തിനാ പോണേ? ചേച്ചി കല്യാണത്തിന് എന്നാ ചേച്ചി അല്ല പണിക്കൊന്നാണ് പറഞ്ഞത്. നാളെ മുതൽ ഈ വേഷം മാറണം. അങ്ങനെ പറഞ്ഞത് ഒരു പുള്ളിത്തുണി ഒരു വള്ളിത്തുണി ഒരു ഷർട്ടൊക്കെ വന്നാൻ വേണ്ടിട്ട് നമ്മൾ മേത്ത് പോയി കാര്യങ്ങളൊക്കെ ആവണതല്ലേ. അന്ന് അയച്ചതാണ് പാന്റ് ഇട്ടാ. ഓട്ടോറിക്ഷയില് പോയി നന്ന് പാന്റ് ഇട്ടിട്ട് അടിപൊളിയായിട്ട് പൈസ ഞാൻ അതിന്റെ ശേഷം പാന്റ് പെൺകുട്ടികളൊക്കെ ഓട്ടോറിക്ഷയിൽ കയറുന്നതാണ്. നല്ല അടിപൊളി പോണതാണ്. പൈസലേ ഇത് കേട്ട കമന്റ് ചെയ്യോണ്ടിട്ടാ ഇത് പാന്റ് അയച്ചാൻ പറഞ്ഞ അയച്ചാണെന്ന്. എന്തെങ്കിലും ടൂറൊക്കെ പോകുമ്പോഴേ വിശേഷ ദിവസങ്ങളിലൊക്കെ പാന്റ് ഇടുള്ളൂ. പക്ഷെ പാന്റ് ഇട്ടാ നല്ല അടിപൊളിയാണ് കാണാന്. തന്നെ നല്ല ഞങ്ങൾ ഇടൂലല്ലോ. ഞാൻ എത്ര പറിച്ചിലുണ്ട്. ഞാൻ പറഞ്ഞെടുപ്പിച്ചാണ് ഈ പാന്റ്. ഗിഫ്റ്റ് എന്നല്ലേ? ആ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് എന്നാണ്. ആ നോക്കാം നമുക്ക്. ഞാൻ ഗിഫ്റ്റ് കൊടുത്ത് മടുത്തക്കണ്. അങ്ങനെ പറയരുത്. ഞാൻ വെറുതെ പറഞ്ഞ അങ്ങനെ പറയേ രക്ഷയുള്ളൂ മക്കളെ. പറയേ രക്ഷയുള്ളൂ. അപ്പൊ കൊണ്ടല്ലിയാന്നിപ്പോ പറയാൻ പറ്റൂലല്ലോ. എല്ലാം ഗിഫ്റ്റ് അല്ലേ? ഇതന്നെ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് അല്ലേ? ഓവർ ആവണ്ടല്ലേ? ഓവറല്ല. ഇവിടെ പന്റെ പേര് അസിംഗക്കാണ്. ഞാൻ ഇവിടെ അറിയും. അസിംഗ തെറ്റിയില്ലേട്ടാണ് അല്ലേ? എന്ത് ഇങ്ങനത്തെ ഒരു പൊട്ടന എനിക്ക് തന്നീനില്ല. മക്കളെ അടുത്തൊക്കെ പേരും കുറുമ്പും ചൂടനുമാണ്. ഞാനൊക്കെ പച്ച പാവാണ്. എല്ലാറ്റിനും കാരണം സർഫാണ്. ഞങ്ങളെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പൊ നാളെ ഇതിനെക്കാട്ടി നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇങ്ങനത്തെ കുഞ്ഞു പൊട്ട വ്ളോഗുകളുമായി നല്ല വ്ളോഗായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അതൊക്കെ കമന്റിൽ ഇടുക. അപ്പൊ ഷാജിന്റെ വീഡിയോസിൽ അഹങ്കാരിയാണ്, ഇവിടെ അഹങ്കാരിയാണ്. അപ്പൊ എനിക്ക് അങ്ങനെ അഹങ്കാരൊക്കെ തോന്നുന്നുണ്ട്. ഞങ്ങൾക്ക് പറഞ്ഞോളി. അപ്പൊ ഈ ഭവനെ കുറിച്ച് എന്താ തോന്നുന്നത്, പാന്റൊക്കെ ഇട്ടിട്ട് എന്താ തോന്നുന്നത് ഇവന്റെ. അപ്പൊ എല്ലാവരും പറ്റി കമന്റ് ചെയ്യാം.
അപ്പൊ എല്ലാവർക്കും ബൈ ബൈ. എന്നാണ് എനിക്ക് ഒന്ന് ഉഷാറായത്. ഈ കയ്യുമത്തെ അത് ആ സ്റ്റിക്കർ എടുത്തിട്ടോണ്ട് ഞാൻ ഹാപ്പിയാണ്. എനിക്ക് കുറച്ച് സമാധാനം. ഇപ്പൊ ഞാൻ ആ കയ്യായിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ പിടിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ബൈ. എല്ലാവർക്കും ബൈ. ബൈ 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 ബൈ. ഉറക്കപ്പിരാന്ത് നിങ്ങളുടെ പാർലേജത്തെ കുട്ടിന്റെ മുടിയാണ് എന്നിട്ടാ. അപ്പൊ ബൈ ബൈ.